നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ആലൂപുന ആണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലോട്ടായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂണ് സോൾട്ട്, അതുപോലെ അല്പം ജീരകം വേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ. ഞാനിവിടെ അറിയാതെ വലിയ ജീരകം എടുത്തുപോയി. പിന്നെ കുരുമുളക്, പിന്നെ വേണ്ടത് പച്ചമല്ലിയാണ്. അതെൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ടു. അത് വറുത്ത് വരുമ്പോൾ സെറ്റാവും. അപ്പോൾ പിന്നെ വറ്റൽമുളക്, ഏലക്കായ, കറുവപ്പട്ട ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ഒരു വറുത്ത സ്മെല്ല് വരുമല്ലോ, അതുവരെ വഴറ്റിയതിന് ശേഷം പൊടിച്ച് വെക്കുക. പിന്നെ അടുത്ത പാൻ എടുത്ത് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ, ബേ ലീഫ്, കുരുമുളക്, അതുപോലെ ഒനിയൻ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. ഇപ്പം നമ്മൾ ഒനിയൻ വഴറ്റുമ്പോൾ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിലോട്ട് വീണ്ടും തക്കാളി ഇടുക. തക്കാളി ഇടുന്നതിന് മുന്നായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കണേ. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റിയിട്ടാണ് ഇതിലോട്ട് തക്കാളി ഇടേണ്ടത്. തക്കാളി ഇട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഒരു തൈര്, ഏകദേശം ഒരു അരക്കപ്പോളം തൈര് വേണം. തൈര് പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ. ഞാനിവിടെ ചേർത്തിട്ടുള്ള മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ്, അതിന് പുളിപ്പ് തീരെയില്ല. അതിലോട്ട് മുളക് പൊടിയോട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ പൊട്ടറ്റോ ഞാൻ ചേർക്കുന്നത് അങ്ങനെയാണ്, വേവിക്കാത്ത പൊട്ടറ്റോ അങ്ങനെ ചേർക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിലോട്ട് ഇത്തിരി ഉപ്പ് വേണം ചേർക്കാൻ. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. കാരണം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലയിൽ അത്യാവശ്യം ഉപ്പുണ്ട്, അതുകൊണ്ട് ഇവിടെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ സ്റ്റേജിൽ ഗ്രേവി വേണ്ടവരാണെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. പിന്നെ അടുത്ത പാൻ എടുത്തിട്ട് നെയ്യാണ് കേട്ടോ ഒഴിക്കേണ്ടത്. നെയ്യിലോട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റിയതിന് ശേഷം കടലമാവ് ചേർക്കണം. കടലമാവ് ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ചേർക്കുകയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ കടലമാവ് ഇല്ലാത്തത് കൊണ്ട് മസാല ചേർത്ത് കോൺഫ്ലവർ കലക്കി ഒഴിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കടലമാവ് തന്നെ ഉപയോഗിക്കുക കേട്ടോ.